ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ദേശവ്യാപകമായി സമരങ്ങൾ നടത്താൻ ഗാന്ധിജി തീരുമാനിച്ചു. അതിന്റെ തുടക്കമായിട്ടാണ് 1920 ആഗസ്റ്റ് 1 മുതൽ നിസ്സഹകരണ സമരം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ ഈ പുതിയ ഉണർവിൽ ആകൃഷ്ടരായി വിപ്ലവ പ്രസ്ഥാനങ്ങളും ഗാന്ധിജിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്ത്ര ബഹിഷ്കരണം ശക്തമായ ഒരു സമരമാർഗമായി സ്വീകരിക്കപ്പെട്ടു. ഭഗത് സിംഗ് ഇതിനകം കോൺഗ്രസിൽ അംഗത്വമെടുത്തിരുന്നു. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭഗത് സിംഗ് അച്ഛനോട് അനുവാദം ചോദിച്ചു. ഒരു ദേശസ്നേഹിയായ അച്ഛന് മകന്റെ ആഗ്രഹം അംഗീകരിക്കുന്നതിന് സമ്മതമായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിൽ ഭഗത് സിംഗ് ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ബ്രിട്ടനിലെ ലങ്കാഷെയറിൽ നിന്നുള്ള തുണികളാണ് ഇന്ത്യക്കാർ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. സ്വദേശി വസ്ത്രങ്ങൾക്ക് ഒട്ടും പ്രിയമില്ലായിരുന്നു. എന്നാൽ വിദേശ വസ്ത്ര ബഹിഷ്കരണം വന്നതോടെ ആളുകൾ സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഭഗത് സിംഗും കൂട്ടുകാരും ഓടി നടന്ന് വിദേശ വസ്ത്രങ്ങൾ ശേഖരിച്ച് കൂമ്പാരങ്ങളാക്കി തീയിട്ട് നശിപ്പിച്ചു. ചെറുപ്പം മുതലേ ഖാദി ജീവിതശൈലിയായി സ്വീകരിച്ചിരുന്ന ഭഗത്തിന് വിദേശ വസ്ത്രങ്ങളോട് എന്നും വെറുപ്പായിരുന്നു. നാട്ടിലെ തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന വിദേശ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഹിംസയാണ് എന്ന് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഈ സമരം എന്നായിരുന്നു ഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് നൽകിയ വിശദീകരണം. നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ മുന്നോട്ട് വന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ, പാരിതോഷികങ്ങൾ എല്ലാം ജനങ്ങൾ സർക്കാരിന് തിരിച്ചു നൽകി. അവർ ഗവൺമെന്റ് ജോലികൾ രാജിവെച്ചു. നിയമസഭകളിലേക്കും മറ്റും നിയോഗിക്കപ്പെട്ടവർ ആ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചു. സർക്കാർ യോഗങ്ങൾ ജനം ബഹിഷ്കരിച്ചു. ഇംഗ്ലീഷ് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികളെ പിൻവലിച്ച് സ്വദേശി സ്ഥാപനങ്ങളിൽ ചേർത്തു. സ്ഥാപനങ്ങളില്ലാത്തിടത്ത് പുതിയ സ്വദേശി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ബ്രിട്ടീഷ് കോടതികളിൽ നിന്നും കേസുകൾ പിൻവലിച്ച് ആർബിട്രേറ്റർക്ക് നൽകി. വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. യൂറോപ്യൻ വസ്ത്രധാരണ രീതി ഉപേക്ഷിച്ചു. സ്വദേശി വസ്ത്രം നാടെങ്ങും പ്രചാരം നേടി. സത്യവും അഹിംസയും ജീവിതചര്യയായി എന്നും കൊണ്ടു നടക്കുമെന്ന് ആയിരങ്ങൾ പ്രതിജ്ഞയെടുത്തു. നിസ്സഹകരണ സമരം ആരംഭിച്ചതോടെ രാജ്യമെങ്ങും ഒരു പുതിയ ഉണർവ് ദൃശ്യമായി. രാജ്യം അതുവരെ കണ്ട സമരങ്ങളിൽ ഏറ്റവും തീക്ഷ്ണവും വൈകാരികവും ഏറെ ജനകീയവുമായ സമരമായി വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. നിസ്സഹകരണവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ആരംഭിച്ച് ആദ്യ മാസം തന്നെ 9,000 കുട്ടികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ വിട്ടു. പകരമായി 800 ദേശീയ വിദ്യാലയങ്ങൾ തുറന്നു. സ്കൂൾ ബഹിഷ്കരണം ഏറ്റവും കൂടുതൽ നടന്നത് ബംഗാളിലായിരുന്നു. ചിത്തരഞ്ജൻ ദാസിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും നേതൃത്വത്തിൽ പ്രസ്ഥാനം അവിടെ ശക്തി പ്രാപിച്ചു. ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലും സ്കൂൾ ബഹിഷ്കരണം വിജയം നേടി. നേതാക്കൾ ഉൾപ്പെടെ 30,000-ലധികം പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച് ജയിലിലായി. ഗാന്ധിജി മാത്രം അറസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. സമരം ഏറെ ആവേശത്തോടെ നീങ്ങുന്ന സമയത്താണ് അത്യന്തം ദൗർഭാഗ്യകരമായ ചൗരി ചൗര കൂട്ടക്കൊല നടന്നത്. 3000-ഓളം വരുന്ന നാട്ടുകാരുടെ ഒരു കൂട്ടം പോലീസ് സ്റ്റേഷൻ തീയിട്ടു നശിപ്പിച്ചു. സ്റ്റേഷനിലുണ്ടായിരുന്ന 25 പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടറും തീയിൽ വെന്തു മരിച്ചു. ചൗരി ചൗര സംഭവം ഗാന്ധിജിയുടെ അഹിംസാ സമരമുറകൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി. അതോടെ 1922 ഫെബ്രുവരി 12-ന് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. നിസ്സഹകരണ സമരം പൊടുന്നനെ നിർത്തിയതിൽ ഭഗത് സിംഗിന് ഏറെ നിരാശ തോന്നി. കുറെ പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം രാജ്യമെങ്ങും വ്യാപിച്ചിരുന്ന ഒരു സമരം നിർത്തിവെച്ചത് ശരിയായില്ലെന്ന അഭിപ്രായമായിരുന്നു ഭഗത് സിംഗിന്. ഗാന്ധിജിയോടൊപ്പം നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത നവവിപ്ലവകാരികളായ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, സൂര്യ സെൻ, ജതിൻ ദാസ്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ്, ശിവവർമ്മ, ഭഗവതി ചരൺ വോറ, ജയദേവ കപൂർ എന്നിവരെല്ലാം സമരം അവസാനിപ്പിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തിൽ അത്യന്തം നിരാശരായി. ഭഗത് സിംഗിന്റെ ചിന്തകളിൽ അഗ്നി ജ്വലിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. ഇതിനിടെ 1923-ൽ ഭഗത് സിംഗ് ലാഹോർ നാഷണൽ കോളേജിൽ ചേർന്നു. വിപ്ലവത്തിനായുള്ള ഒരു പരിശീലന കളരിയായിരുന്നു ആ കോളേജ്. ലാലാ ലജ്പത് റായിയും ഭായ് പരമാനന്ദും ചേർന്ന് സ്ഥാപിച്ച കോളേജിലാണ് ഭഗത് സിംഗ് ഉപരിപഠനത്തിന് തിരഞ്ഞെടുത്തത്. സ്വദേശി വിദ്യാഭ്യാസം എന്ന ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്ഥാപിതമായ കോളേജായിരുന്നു അത്. വർഷങ്ങൾ വിദ്യാഭ്യാസ രംഗത്തു നിന്നും വിട്ടുനിന്ന ശേഷം പഠനം തുടരുകയായിരുന്നുവെങ്കിലും പൊളിറ്റിക്സ്, ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഭഗത്തിന് നല്ല അവഗാഹമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് പ്രവേശനം നൽകിയത്. കോളേജ് നാടക സംഘത്തിലെ ഒരംഗമായിരുന്നു ഭഗത് സിംഗ്. അനേകം നാടകങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. പലതിലും നായക വേഷം തന്നെ ചെയ്തു.
ദൃഢഗാത്രനും ആജ്ഞാശക്തി പ്രകടമാക്കുന്ന ശബ്ദഗാംഭീര്യത്തിനുടമയുമായ ഭഗത് സിംഗിന്റെ വ്യക്തിത്വത്തിന് വല്ലാത്തൊരു ആകർഷണമുണ്ടായിരുന്നു. ഉറുദു, ഹിന്ദി, ഗുരുമുഖി, ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങിയ ഒട്ടേറെ ഭാഷകളിൽ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന ഭഗത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടി.